ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. ഡീറ്റെയിൽസ് ഞാൻ സെൻഡ് ചെയ്യാം. ഓക്കെ സർ. നമസ്കാരം. നിങ്ങളൊക്കെ നേരത്തെ എത്തേണ്ടവരല്ലേ? എന്താ താമസിച്ചത്? ഇപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നോക്കി നടത്താൻ നിങ്ങളൊക്കെ ഉണ്ടല്ലോ. നിങ്ങളെ കണ്ടില്ല എന്ന് മനസ്സിൽ കരുതേ ഉള്ളൂ. ദേവി അസുരന്മാരെ നിഗ്രഹിച്ച് ഘോഷയാത്രയോടെ ഇങ്ങോട്ട് എത്തിക്കഴിയുമ്പോ പായസ നിവേദ്യം സമർപ്പിക്കണ ചടങ്ങിന് ആദ്യം തിരികൊളുത്താൻ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കല്ലേ അവകാശം. അതിനൊന്നും ഒരു മുടക്കം ഉണ്ടാവില്ല തിരുമേനി. ചടങ്ങുകളെല്ലാം ദുർഗമോള് ഭംഗിയായി ചെയ്തോളും. എന്നാ പിന്നെ ഒരുക്കങ്ങളൊക്കെ അങ്ങനെ നടത്തിക്കോളൂ. ഓ, എന്നാ നിങ്ങൾ അകത്തേക്ക് കയറിക്കോളൂ. കിരൺ ചേട്ടൻ വന്നല്ലോ. പായസത്തിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങണ്ടേ? ഞാൻ വേണമെങ്കിൽ കല്ലക്കെടുത്ത് വെച്ച് സഹായിക്കാം. നിന്റെ സഹായം ഒന്നും ഇവിടെ ആർക്കും വേണ്ട കിരണേ. അതെ, എന്തിനാ നീ ഇങ്ങനെ വിളിക്കാത്ത കല്യാണത്തിന് സദ്യ ഉണ്ണാൻ വരും പോലെ വലിഞ്ഞു കയറി വരുന്നേ? കിരൺ നമ്മുടെ വീട്ടിൽ തന്നെ അല്ലേ താമസിക്കുന്നത്? അതുകൊണ്ട് വീട്ടിലെ അങ്ങാകണമെന്നുണ്ടോ? മോളില് വെറുതെ കിടക്കുന്ന മുറി അമ്മ വാടകയ്ക്ക് കൊടുത്തതിന്റെ പേരില് ഇവനെ ഒന്നും അങ്ങനെ അടുപ്പിക്കാൻ പറ്റില്ല. അത് നാത്തോൻ പറഞ്ഞ ശരിയാ. അച്ഛനാരാന്നറിയാതെ വളർന്നവനാ. ഇപ്പോഴാണെങ്കി അമ്മയുമില്ല. അതിന്റെയൊക്കെ കുഴപ്പം ഒരുപാടുണ്ട് ഇവൻ. നിങ്ങളൊക്കെ എന്തിനായി മനുഷ്യരെ കാണാത്ത പോലെ ഇങ്ങനെ സംസാരിക്കുന്നേ? നീ മിണ്ടാതിരിക്കാബി. അതെ, അവൻ ചെറിയ വായിൽ വലിയ കാര്യങ്ങൾ പറയാൻ വന്നിരിക്കുന്നു. നീ നിന്റെ പാട് നോക്കി പോട ചേർക്ക. ഞങ്ങളുടെ കൂടെ അകത്തേക്കൊന്നും വരണ്ട. വാ വാ, എല്ലാരും വാ. ദുർഗെ, നീ അവിടെ എന്ത് നോക്കി നിൽക്കുവാ? ഇങ്ങോട്ട് വന്നേ. ജയിച്ചേ ജയിച്ചേ പുരുഷോത്തമൻ ജയിച്ചേ. ജയിച്ചേ ജയിച്ചേ പുരുഷോത്തമൻ ജയിച്ചേ. എന്താ അവിടെ ഒരു ആൾക്കൂട്ടം? ജാതി കണ്ടാന്ന് തോന്നല്ലേ? അതാ സഹകരണ ബാങ്കിന്റെ ഇലക്ഷന്റെ ആണെന്ന് തോന്നുന്നു. പുരുഷോത്തമന് അഭിവാദ്യങ്ങൾ. പുരുഷോത്തമന് അഭിവാദ്യങ്ങൾ. അഭിവാദ്യങ്ങൾ. മനുഷ്യന്റെ സമയം വെറുതെ മെനക്കെടുത്താനായിട്ട് എന്താ ഇത്? ഒന്നിറങ്ങി വിഷ് ചെയ്തേക്ക്. പാർട്ടിക്കാരല്ലേ, ഇല്ലെങ്കിൽ പിന്നെ അത് മതി. ചെല്ലുമോളെ. സുരക്ഷിതമാക്കാൻ മോളെവിടെ? ചെറിയ മോളെവിടെ? മോളെവിടെ? മോളെ, 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 സഹദേവ മോളെ കാണുന്നില്ലല്ലോ. മോളെവിടെ? മോളെ, മോളെ, ധ്വനി, മോളെ, മോളെ, നമുക്കേ പോയി തൊഴുതിട്ട് വരാം. അത് ശരിയാ. ദുർഗമോളെ, നമുക്ക് തൊഴാൻ പോകാം. ദുർഗ വരണ്ട. എല്ലാരും കൂടി പോയാ ഇതൊക്കെ ആര് നോക്കും? അവൾ ഇവിടെ നിൽക്കട്ടെ. നിങ്ങൾ പോയിട്ട് വാ, ഞാൻ പിന്നെ പോയി തൊഴുതോളാം. നീ കൂടെ ചെല്ല്. ഇല്ല, പോയി തൊഴുതിട്ട് വാ. പോ. കിരൺ എന്താ ആലോചിച്ച് നിൽക്കുന്നേ? അവര് പറഞ്ഞതിനെ കുറിച്ച് ഓർത്താണോ? വിട്ടുകളയടോ. ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ എന്താ. നമുക്ക് ആ കടകളുടെ ഭാഗത്തേക്ക് പോയാലോ? വരാം. ഇത് കൊള്ളാല്ലേ? ഈ ഹാരോ? ഏയ്,
നിന്നെ പോലെ ഞാനല്ലത് നീയാ. ദുർഗേ, യോ ദേ അവര് വന്നോന്ന് തോന്നുന്നു. ഞാൻ ചെല്ലട്ടെ. ഹലോ, നിങ്ങളുടെ മകള് ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ ആരാ സംസാരിക്കുന്നേ? അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. 1 കോടി രൂപയുമായിട്ട് ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് എത്തണം. എവിടെയാ ഞങ്ങൾ വരണ്ടേ? നിങ്ങൾ പണം റെഡിയാക്കി വെക്കേ. ബാക്കി ഡീറ്റെയിൽസ് ഞങ്ങൾ വിളിക്കുമ്പോ പറയാം. എന്താ മോളെ? ഹലോ ഹലോ മോളെ ആരാ മോളെ വിളിച്ചത്? എന്തുവാ? എന്താണ് പറയാം. മോളെ? മോളെ എന്താ മോളെ? നീ കാര്യം പറയേ. നീ കാര്യം എന്തോന്ന് പറ. കുഞ്ഞുമോളെ ആരോ കിഡ്നാപ്പ് ചെയ്ത് വെച്ചേക്കുവാ. കിഡ്നാപ്പോ? തിരിച്ചു തരാൻ 1 കോടി രൂപ കൊടുക്കണമെന്നാ പറയുന്നത് ഇപ്പൊ. ഞാൻ കമ്മീഷണർ ഒന്ന് വിളിക്കട്ടെ? അതൊക്കെ ശരിയാവോ? നമ്മുടെ കുഞ്ഞിന്റെ സേഫ്റ്റി അല്ലേ നോക്കട്ടെ. എടാ നമ്മൾ പണം കൊടുത്താലും അവര് കുഞ്ഞിനെ തരണമെന്നില്ല. മോളെ വിളിക്ക. ശരിയാ, വിളിക്ക്, പോലീസിനെ വിളിക്ക്. ഹലോ പൂർണിമ, ടെൽ മീ. സർ, എന്റെ മോളെ ആരോ കിഡ്നാപ്പ് ചെയ്തു. വാട്ട്? 1 കോടി രൂപ റാൻസം മണി ചോദിച്ചപ്പോ വിളിച്ചിരുന്നു. എപ്പോഴാ? എങ്ങനെയാ സംഭവിച്ചത്? ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? പൂർണിമ പേടിക്കണ്ട, നമുക്കൊരു സ്പെഷ്യൽ ടീമുണ്ട്. അവര് കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി തരും. ഓക്കെ സർ, പെട്ടെന്ന് വേണം. ഓക്കെ, താങ്ക് യു സർ. എല്ലാത്തിനും പിന്നിൽ ആ സഞ്ജയ് തന്നെയാ. ഓഡിറ്റോറിയത്തിൽ വെച്ച് അവൻ ശ്രമിച്ചതാ. അപ്പൊ നടക്കാത്തോണ്ടാവും അവ ഇങ്ങനെ ചെയ്തത്. മോളെ നീ ഒന്ന് വണ്ടി കയറ്. വാ പൂർണിമ, വാ. നിക്കടി. നീ എവിടെ കറങ്ങി നടക്കായിരുന്നു? ഒരു 10 മിനിറ്റ് നിക്കാൻ പറഞ്ഞാ നിനക്ക് നിക്കാൻ വയ്യല്ലേ? അതെങ്ങനെയാ? തൊള്ളയുടെ സ്വഭാവമല്ലേ കാണിക്കൂ. അല്ലാതെ പറഞ്ഞ അനുസരിക്കാൻ അറിയില്ലല്ലോ. അതിന്റെ ഫലം ഇപ്പൊ കണ്ടില്ലേ? പൊങ്കാലക്കാലം ആരോ പൊട്ടിച്ചല്ലോ. അയ്യോ, എന്റെ ദേവി, ഇനിയിപ്പോ എങ്ങനെ പൊങ്കാല വെക്കും? മുത്തശ്ശി, ഞാൻ പെട്ടെന്ന് പോയി കലം വാങ്ങിയിട്ട് വരാം. ഞാനും കൂടെ വരാം മോളെ. ഇല്ല വേണ്ട മുത്തശ്ശി, ഞാൻ പോയിട്ട് വരാം. ചെല്ല്. നിങ്ങൾ ഇവിടെ നിൽക്ക്. അപ്പൊ അതൊക്കെ കിരൺ, ചേട്ടാ ഞാനിപ്പോ വരാവേ. കിരൺ എന്റെ കൂടെ ഒന്ന് വരാവോ? എന്താടോ? അത് അത്യാവശ്യം. വാ പറയാം. സർ, എടി, ഒരു കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. ഡീറ്റെയിൽസ് ഞാൻ സെൻഡ് ചെയ്യാം. ഓക്കെ സർ. സാർ, പുറകിലോട്ട് വെച്ചു. ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഓപ്പറേഷൻ നടത്താൻ സാധിക്കുമോ? കയ്യിൽ വെപ്പൺസ് ഉണ്ടാവോ? ആന്റി, ഞാൻ ഇവിടെ നിൽക്കാമേ. ശൂല ഇതെവിടെ പോയി?
പാവം കൊച്ച് നമ്മളെയൊക്കെ കണ്ട് പേടിച്ചിരിക്കാണെന്ന് തോന്നുന്നു. നമ്മൾ പറഞ്ഞ ഡീലിങ്സ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മോക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് തിരിച്ചു പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ മോളുടെ കാര്യം സ്വാഹ. ഇതെന്താടാ ഇത്രയും പറഞ്ഞിട്ട് ഒന്നും മിണ്ടാത്തത്? ആരാന്ന് ചെന്ന് നോക്കടാ.